ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാം എല്ലാം കഴിഞ്ഞു അല്ലേ? സെറ്റ് എക്സാംസിൻ്റെ ആൻസർ കീ ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുമായിരിക്കും. കുറേ പേർക്കൊക്കെ വളരെ ഉള്ളവരുണ്ടാവാം, നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടാവും അല്ലേ? സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ സാധിക്കില്ല അല്ലേ? സാധാരണഗതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറേ അധികം PYQs ഒക്കെ നോക്കിയിട്ട് പോകുന്നവരെ സംബന്ധിച്ച് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം PYQsനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല അല്ലേ? എന്നാലും ഒരു ബേസിക് നോളജ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു 60-65 മാർക്ക് മേടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന സെറ്റ് എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു നമ്മുടെ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അല്ലേ? ഇനി മറ്റുള്ള സബ്ജക്റ്റിനെ ഇപ്പോൾ ബോട്ടണി വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു സുവോളജിക്ക് അത്ര ഒരു 60 ഞാൻ പറഞ്ഞ പോലെ 60-65 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഇല്ല. ജനറൽ പേപ്പർ പക്ഷേ കുറച്ച് ടഫായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പലർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടിനും പാസ്സായിട്ടുണ്ടാകും, പക്ഷേ അഗ്രിഗേറ്റ് കൂട്ടുന്ന സമയത്ത് 1-2 മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ? അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ പോയിട്ടുള്ളവർ. അല്ലാത്തവരെ സംബന്ധിച്ച് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചവർക്ക് ഒരു കൺഗ്രാജുലേഷൻസും, അതുപോലെ തന്നെ സാധിക്കാതെ പോയവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്ന കാര്യമല്ല അല്ലേ? ഇവിടെ കൊണ്ട് നിർത്തുകയൊന്നും ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യണം, നന്നായിട്ട് പഠിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്, ഇനി HSSTക്ക് ഇനി കുറേ നാളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠനം ഇനി കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നുമല്ല. NVHSCയുടെ അറിയാലോ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിട്ടുണ്ട്. കാരണം അവരുടെ ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ HSST എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതിൻ്റെ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ BHSCയിലെ വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അവിടെ വരുന്ന പോസ്റ്റുകൾ സാധാരണഗതിയിൽ സീനിയർ പോസ്റ്റുകളാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം ഒരിക്കലും ഒരു കാരണവശാലും നിർത്തരുത്, നിരാശപ്പെട്ടിരിക്കുകയും ചെയ്യരുത്. ഇല്ലെങ്കിൽ സെറ്റ് എക്സാം എന്ന് പറയുന്നത് 1-2 പ്രാവശ്യം ഒന്നും എഴുതിയാലൊന്നും കിട്ടുന്നതല്ല. വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമാണ് ഫസ്റ്റ് ടൈം എഴുതുന്ന സമയത്തൊക്കെ കിട്ടുന്നത് കേട്ടോ. അത് അപ്പോൾ അവർക്ക് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമമോ നിരാശയോ ഒന്നും വേണ്ട. ട്രൈ ചെയ്യുക നന്നായിട്ട്. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠനം നിർത്തായേ ചില. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതിനോടൊപ്പം ഒന്നുകൂടി എന്ത് ചെയ്യുക? പഠനം ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക. CCയിൽ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ഒരു 3 മാസത്തിനകം എന്ത് ചെയ്യാം? നമുക്ക് ഈ പോർഷൻസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് അത്യാവശ്യം മോഡൽ എക്സാംസ് എല്ലാം എഴുതി അത്യാവശ്യം കോൺഫിഡൻസോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം ഹാളിലോട്ട് പോകാം അല്ലേ? അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളുക. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.